നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ, അതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസനീയം റഷ്യയാണ്, ചൈന പോലുമല്ല. ചൈനയ്ക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ നന്നായി തന്നെ ഇറാൻ അറിയാം. ചൈന പാകിസ്ഥാനുമായി വലിയ രീതിയിലുള്ള ടൈപ്പ് ഉള്ള രാജ്യമാണ് എന്നുള്ളതും ഇറാന് നന്നായി അറിയാം. എന്നാൽ റഷ്യ അങ്ങനെയല്ല. ഇവിടെ സുരക്ഷാ സമിതിയിലും മറ്റും റഷ്യ ചെലുത്തുന്ന സ്വാധീനം ചെറുതായി കാണാൻ കഴിയില്ല. യൂറോപ്യൻ യൂണിയനെതിരെ സമാനതകളില്ലാതെ പോരാടുന്ന ഒരു രാജ്യമാണ് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ. ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഈ യുദ്ധം, ഇത് ലോകയുദ്ധമായി, മൂന്നാം ലോക മഹായുദ്ധമായി പരിണമിക്കാതിരിക്കണമെങ്കിൽ റഷ്യ നന്നായി കനിയണം എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ GCC രാജ്യങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപദേശിക്കാനും അവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥത വഹിക്കാനും റഷ്യ കൃത്യമായി അവിടെ ഒരു ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ അതിപ്രസരം ഇനി GCC രാജ്യങ്ങളുടെ മേൽ ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ചും അമേരിക്കൻ ശക്തി, സാമ്രാജ്യ ശക്തി ഇനി GCC രാജ്യങ്ങളിൽ പഴയതുപോലെ ഏശാതിരിക്കാനും അവിടെ റഷ്യയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ടാകാനും ബ്രിക്സ് കറൻസി ഇറക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായി ബ്രിക്സ് രാജ്യങ്ങൾ മുന്നോട്ട് വരാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെയൊക്കെ കശക്കി എറിയാം, എങ്ങനെയൊക്കെ അയാളെ മര്യാദ പഠിപ്പിക്കാം, എങ്ങനെയൊക്കെ സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തിയെ, അതായത് പണാധിപത്യത്തെ പിന്തിരിപ്പിക്കാൻ കഴിയും. നോക്കൂ, ഡൊണാൾഡ് ട്രംപ് ആകെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും യുദ്ധസമ്മർദ്ദങ്ങൾ താങ്ങുന്നതിലും അധികമായിരിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അവിടെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഡെമോക്രാറ്റുകൾ വിറളി പിടിപ്പിക്കുന്നു. അവിടെ ഒരു ഇൻ്ററിം എലക്ഷൻ ഉണ്ടാകണമെന്ന, ഒരു ഇടക്കാല ഇലക്ഷൻ ഉണ്ടാകണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. അപ്പം ശരിക്കും ആരാണ് വിഡ്ഢികളായത്? ഇറാനിൽ ഇപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അവിടെ റെജീം ചേഞ്ച് ഉണ്ടാക്കാം. അവരുടെ പരമാധികാരിയായ, അവരുടെ തലയായിട്ടുള്ള അയത്തുള്ള അലി ഖമനിയെ വധിച്ചത് കൊണ്ട് തലയില്ലാത്തപ്പോൾ വാലാടുകയില്ലല്ലോ എന്ന് കരുതി അമേരിക്കയ്ക്ക് ആ മുറിഞ്ഞുപോയ, അറ്റുപോയ തലയും ആ തലയില്ലാത്ത ഉടലും വെച്ചുകൊണ്ട് തന്നെ ഇറാൻ പൊരുതുന്ന പോരാട്ടം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് US. ഇസ്രായേലിന് കിട്ടുന്ന പണി വാങ്ങിച്ച് കിട്ടുന്നുണ്ട്, ഇനിയും അവർ ഇരന്ന് വാങ്ങിച്ച് കിട്ടുക തന്നെ ചെയ്യും. എന്നാൽ US അങ്ങനെയല്ല. US സംബന്ധിച്ചിടത്തോളം അവർക്ക് നാശനഷ്ടം കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് പറയുമ്പോഴും അവരുടെ എയർ ബേസുകൾ തകർത്തു, അവരുടെ വിശ്വാസ്യത കുറഞ്ഞു, അവരുടെ കച്ചവടം കുറയുന്നു, അവരുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്കിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകാം. അവർക്ക് ഗൾഫ് രാജ്യങ്ങളോടുള്ള പ്രതിബദ്ധത, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അവരെ മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു വിശ്വാസ്യതയുടെ മുഖപടമുണ്ട്. അത് പൂർണ്ണമായി ഇറാൻ പൊളിച്ചെഴുതുന്നു. ഇവിടെയാണ് ഇറാനെ പ്രകീർത്തിക്കേണ്ടത്. പുടിനും ഖമനേയുടെ പുത്രനായ മൊജ്തബയും ചേർന്ന് പുതിയ നീക്കങ്ങളിലേക്ക് നീങ്ങുകയാണ്.